പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, രോഗികളുടെ സങ്കേതമായ കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വരാം. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ശരീരത്തിലെ വിവിധ തരം മുഴകൾ അഥവാ ട്യൂമറുകൾ കാരണം വേദനിക്കുന്നവർക്ക് വേണ്ടിയാണ്. അത് തലയിലോ ഉദരത്തിലോ ഗർഭപാത്രത്തിലോ എവിടെയുമാകട്ടെ, അപ്രതീക്ഷിതമായ ഈ വളർച്ചകൾ നൽകുന്ന ഭയവും ആശങ്കയും വളരെ വലുതാണ്. നമുക്ക് ഈ സമയം അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോയുടെ സൗഖ്യദായകമായ സ്പർശനത്തിനായി പ്രാർത്ഥിക്കാം. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക, രോഗമുക്തയായിരിക്കുക എന്നരുളി ചെയ്ത ഈശോയെ നമുക്ക് ധ്യാനിക്കാം. 12 വർഷം രക്തസ്രാവത്താൽ കഷ്ടപ്പെട്ട സ്ത്രീയെ തൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് തൊട്ടപ്പോൾ സൗഖ്യപ്പെടുത്തിയ കർത്താവിന് നമ്മുടെ ഉള്ളിലെ മുഴകളെ കരിച്ചു കളയുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലൂടെയും കടന്നു പോകട്ടെ. അസ്വാഭാവികമായ സകല വളർച്ചകളും ആ അഗ്നിയിൽ അലിഞ്ഞു പോകട്ടെ. ആരോഗ്യത്തിൻ്റെ നിലവിളക്കെ, കൃപാസനം രാജ്ഞി, ശരീരത്തിൽ ട്യൂമറുകൾ കണ്ടെത്തിയ ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അത് തലച്ചോറിലോ ശ്വാസകോശത്തിലോ സ്തനങ്ങളിലോ ഗർഭപാത്രത്തിലോ എവിടെയുമാകട്ടെ, അമ്മയുടെ കരുണയുള്ള സ്പർശനം അവിടെ ഉണ്ടാകട്ടെ. അസ്വാഭാവികമായി പെരുകുന്ന കോശങ്ങളെ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. അവ സ്തംഭിച്ചു പോകട്ടെ. ട്യൂമറുകൾ വലിപ്പം കുറഞ്ഞ് അപ്രത്യക്ഷമാകട്ടെ. ഈ ബയോപ്സി ഫലങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് ആശ്വാസകരമായ വാർത്തകൾ നൽകണമേ. പ്രിയമുള്ളവരെ, നമുക്ക് അല്പസമയം നമ്മുടെ മുഴയുള്ള ഭാഗത്ത് കൈവച്ച് നിശബ്ദമായി പ്രാർത്ഥിക്കാം. അമ്മേ, ട്യൂമർ നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കൾക്ക് ധൈര്യം കൊടുക്കണമേ. ഡോക്ടർമാരുടെ കൈകളെ ഈശോ വഴി നടത്തട്ടെ. കീമോതെറാപ്പി, റേഡിയേഷൻ തുടങ്ങിയ ചികിത്സകൾ ചെയ്യുന്നവർക്ക് അതിൻ്റെ പാർശ്വഫലങ്ങൾ ഉണ്ടാകാതെ സംരക്ഷിക്കണമേ. ഓരോ മരുന്നും ശരീരത്തിൽ അത്ഭുതകരമായി പ്രവർത്തിക്കട്ടെ. തകരാറിലായ കോശങ്ങൾക്ക് പകരം പുതിയതും ആരോഗ്യവാനുമായ കോശങ്ങൾ അവിടെ ജനിക്കട്ടെ. ചികിത്സയ്ക്കായി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വഴി തുറന്നു കൊടുക്കണമേ. പ്രത്യാശയുടെ നിലവിളക്കെ, ക്യാൻസർ അല്ലെങ്കിൽ മാലിഗ്നൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ തളർന്നു പോകുന്ന മക്കൾക്ക് അമ്മ ധൈര്യമാകണമേ. മരണഭയത്തെ അവരിൽ നിന്ന് നീക്കി കൊടുക്കണമേ. ഞാൻ നിന്നെ സുഖപ്പെടുത്തും എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ അവർ ഉറച്ചു നിൽക്കട്ടെ. രോഗിയെ ശുശ്രൂഷിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് മാനസികമായ കരുത്ത് നൽകണമേ. രോഗശയ്യയിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും കർമ്മനിരതരാകുവാൻ അവരെ പ്രാപ്തരാക്കണമേ. ഈ രോഗം വഴി ആ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം അമ്മ തിരികെ നൽകണമേ. പ്രിയമുള്ളവരെ, ഈ നിമിഷം നമുക്ക് രോഗികളായവരുടെ പൂർണ്ണ രോഗമുക്തിക്കായി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി,
ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കൃപാസന മാതാവേ, ശരീരത്തിലെ മുഴകളെ അമ്മ സ്പർശിച്ച് അസ്വാഭാവികമായ വളർച്ചകൾ നിലച്ചു കൊടുക്കണമേ. പൂർണ്ണ ആരോഗ്യത്തോടെ ഞങ്ങൾ സാക്ഷ്യം പറയുമെന്ന് ഏറ്റുപറയുന്നു. അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും സൗഖ്യവും നിങ്ങളിൽ നിറയട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.